വള്ളി കാണിക്കും. ഞാൻ ചിലപ്പോ പാവാടയുടെ വള്ളി കാണിച്ചിരിക്കും. നിങ്ങൾക്ക് എന്നാന്നേ നിങ്ങൾ കാണിക്കുന്നതല്ല നല്ലതാണോ? നിങ്ങളുടെ പ്രവൃത്തി നല്ലതാണോ നിങ്ങൾ ചിന്തിക്കുക. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരണ്ട. അങ്ങനെ വ്യൂ കൂടുവാണെങ്കിൽ എന്നെ കൊണ്ട് നിങ്ങളാണ് കഴിയുന്നത്, അല്ല നിങ്ങളെ കൊണ്ട് രേണുസുതി അല്ല കഴിയുന്നത്. ഈ ഒരൊറ്റ ഈ ബ്ലോഗേഴ്സിനെ കൊണ്ട് എന്നെ കുറ്റം പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇവരെ ഒന്നും കൊണ്ട് രേണുസുതി അല്ല കഴിയുന്നത്, രേണുസുതിയെ കൊണ്ട് നിങ്ങളാ കഴിയുന്നത്. സത്യം. അതെ, അതെ. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും ചേച്ചി ആ ഒരു ഷൂട്ടിന്റെ ഇടയ്ക്കാണെങ്കിലും ഒരു മീഡിയ സെക്ഷൻ, ഓൺലൈൻ മീഡിയയിൽ നിന്ന് തന്നെയുള്ള ഏതോ ഒരാളാണ് പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്റെ ചാനൽ രക്ഷപ്പെട്ടു പോയി, ചേച്ചിയുടെ തലവെട്ടം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വ്യൂസാ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാനലാണ്, ഞാൻ ചാനൽ ഓർക്കുന്നില്ല. അതെ അതെ, ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കേട്ടപ്പോഴാണെങ്കിലും ഒരുപാട് പേർക്ക് സത്യം പറഞ്ഞാൽ ചേച്ചി കാരണം ഭയങ്കര പ്രയോജനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചാനൽ ഒരു ചേച്ചിയും വന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമില്, ജേണുവാണ് എന്റെ ചാനലിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചേച്ചി കുറെ സംസാരിച്ച്. രേണുവിന്റെ ഒരൊറ്റ വീഡിയോസിലാണ് എനിക്ക് ഇങ്ങനെ ആയത്. ഇനിയിപ്പൊ രേണു വീഡിയോ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഞാൻ കുറയ്ക്കുവാണ് രേണു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ചേച്ചിക്ക് ഇഷ്ടമുള്ളൂ. ഞാനിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എന്റെ വീഡിയോസ് ആരും ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പേര് എന്റെ വീഡിയോസ് ഇട്ടിട്ട് ഒരുപാട് നല്ല ചാനലുകളുണ്ട് കേട്ടോ. എന്റെ വീഡിയോസ് റീൽസ് ഇട്ടിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്, പ്രസന്റേഷൻ ചെയ്യിപ്പിക്കും. അവരോടൊക്കെ ഞാൻ ഇനിയും പറയാം, നിങ്ങൾ ഇനി ഇട്ടോളൂ, എനിക്ക് സന്തോഷമുള്ളത്. ഞാൻ ചാനൽ തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ എന്റെ